ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ അർബൻ ബാങ്കിലെ കടബാധ്യത തീർത്ത് KPCC 63 ലക്ഷം രൂപയാണ് സുൽത്താൻ ബത്തേരി ശാഖയിൽ തിരിച്ചടച്ചത്. വയനാട് കോൺഗ്രസിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. കടം വീട്ടിയ വിവരം ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ലെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. ചതിച്ചെന്ന മനോവിഷമത്തിൽ ആത്മഹത്യ, കടം കയറിയ മകനും കുടുംബവും പെരുവഴിയിലാകുന്ന അവസ്ഥ, ഗതികെട്ട് NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം. വയനാട് ജില്ലയിൽ കോൺഗ്രസിന് പരമാവധി അവമതിപ്പുണ്ടാക്കിയതിനു ശേഷം നേതാക്കൾ പ്രായശ്ചിത്തം ചെയ്തു. NM വിജയന്റെ കുടുംബത്തിന് ബാധ്യതയായി ബത്തേരി അർബൻ ബാങ്കിൽ ഉണ്ടായിരുന്ന 63 ലക്ഷം രൂപ KPCC അടച്ചു തീർത്തു. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞതെന്നും NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. നമുക്ക് ഈ ബാങ്കിന്നോ അതല്ല ഇപ്പം ഉപസമിതി നിയോഗിച്ച MLA-മാരോ ആരും ഞങ്ങളോട് ഈ കാര്യം നേരിട്ട് എന്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയെന്നും യാതൊരു സമ്മർദ്ദവും ഇതിനു പുറത്തില്ലെന്നുമായിരുന്നു T. സിദ്ദിഖ് MLA-യുടെ പ്രതികരണം. ആ പെൻഡിംഗ് ഉള്ള വിഷയം ഇന്ന് KPCC ബത്തേരി അർബൻ ബാങ്കിലെ കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പരിഹരിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എടുത്ത കടം തിരിച്ചടയ്ക്കാനാകാതെയാണ് DCC മുൻ ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ആത്മഹത്യ DCCയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കി. KPCC ഇടപെട്ടുണ്ടാക്കിയ ഒത്തുതീർപ്പ് പ്രകാരം പണമടയ്ക്കാൻ പാർട്ടി തയ്യാറാകാത്തതിനെതിരെ കുടുംബം പലതവണ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഏറ്റവും ഒടുവിൽ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സെപ്റ്റംബർ 30-നുള്ളിൽ തന്നെ അർബൻ ബാങ്കിലെ ബാധ്യത തീർത്തില്ലെങ്കിൽ ഒക്ടോബർ 2-ന് DCCക്ക് മുൻപിൽ സത്യഗ്രഹമിരിക്കുമെന്നായിരുന്നു പത്മജ പറഞ്ഞിരുന്നത്. ഇതിനിടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കം CPI-ഉം നടത്തിയിരുന്നു. ന്യൂസ് മലയാളം, വയനാട്.